നമുക്കൊരു റിസൾട്ട് ഉണ്ട്, ദാറ്റ് ഈസ് മീൻ മൈനസ് മീഡിയൻ ഇസ് 1/3 mean minus mode. Mean minus median is equal to 1/3 mean minus mode. See, ഈ കേസിൽ കാൽപിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എസ് കെ ഇസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സിഗ്മ. സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെന്ന് പറഞ്ഞു. ഇനി ഈ സിറ്റുവേഷനിൽ മോഡ് ഇൽ ഡിഫൈൻഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒരു പെർട്ടിക്കുലർ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്താണ് റിലേഷൻ ഉള്ളത്? മീൻ മൈനസ് മീഡിയൻ ഇസ് 1/3 മീൻ മൈനസ് മോഡ്. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? മീൻ മൈനസ് മോഡ് ഇസ് ഈക്വൽ ടു 3 times mean minus median, right? 3 times mean minus median. Mean minus മോഡിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 3 times mean minus median സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So we get SK is equal to 3 times mean minus median divided by sigma. Okay. So ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. എന്താണ്? ആബ്സല്യൂട്ട് മെഷേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് സെറ്റാണ് എന്ത്? റിലേറ്റീവ് മെഷേഴ്സ്. ഈ റിലേറ്റീവ് മെഷേഴ്സിന് നമ്മൾ എന്തും പറയും? കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറയും. ദീസ് ആർ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്താണ്? ജസ്റ്റ് നമ്പേഴ്സ് ആണ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. ഓക്കെ, അതിൽ ഫസ്റ്റത്തെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആണ് പ്രൊഫസർ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. അത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എസ് കെ ഇസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സിഗ്മ. മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സിഗ്മ. സിഗ്മ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി മോഡ് ഇൽ ഡിഫൈൻഡ് ആണെങ്കിൽ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. മോഡ് എന്താണ്? ഇൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ വി ഹാവ് എ റിലേഷൻ. എന്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിലേഷൻ? മീൻ മൈനസ് മീഡിയൻ ഇസ് ഈക്വൽ ടു 1/3 മീൻ മൈനസ് മോഡ്. From this we obtain mean minus mode is 3 times mean minus median. Okay, so mean minus mode ine nammal endu cheyam? 3 times mean minus median ezhudikode. So we get SK is equal to 3 times mean minus median divided by sigma. Now ഈ എസ് കെ 0 ആവുക എപ്പോഴാണ്? ഈ ഫസ്റ്റത്തെ ഈ ഫോർമുല നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് കെ ക്യാൻ ബി 0 ഇഫ് മീൻ ഇസ് ഈക്വൽ ടു മോഡ്. ഓക്കെ, എസ് കെ ഈ ഒരു ഫോർമുല ഫസ്റ്റ് ഫോർമുല കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കെ ക്യാൻ ബി 0 ഇഫ് മീൻ ഇസ് ഈക്വൽ ടു മോഡ്. ഇനി സെക്കൻഡ് ഫോർമുല കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എസ് കെ ക്യാൻ ബി 0 ഇഫ് മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ. ഓക്കെ, so sk is equal to 0 if mean is equal to mode and mean is equal to median. That is mean is equal to median is equal to mode. ഈ സിറ്റുവേഷനിൽ sk 0 ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മീൻ മീഡിയൻ മോഡ് കോയിൻസൈഡ് ചെയ്യുന്നത് ഫോർ എ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? സ്ക്യൂനെസ് ഉണ്ടാവില്ലല്ലോ. ഓക്കെ, സോ സ്ക്യൂനെസ് 0 ആവുക എന്ന് പറയുന്നത് മീൻ മീഡിയൻ മോഡ് കോയിൻസൈഡ് ചെയ്യുന്നു. ഈ ഫോർമുലയിൽ നിന്ന് നമുക്കത് ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പറയാൻ പറ്റുന്നു. ഓക്കെ, hence for a symmetrical distribution mean median and mode coincide. Okay, now skewness 0 ആവുന്ന കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി സ്ക്യൂനെസ് പോസിറ്റീവ് ആവുന്നത് എപ്പോഴാണെന്ന് നോക്കാം. ഈ ഫസ്റ്റ് ഫോർമുല നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്യൂനെസ് പോസിറ്റീവ് ആവുക എപ്പോഴാണ്? മീൻ ഗ്രേറ്റർ ദാൻ മോഡ് ആവുന്ന സിറ്റുവേഷനിലല്ലേ. സ്ക്യൂനെസ് പോസിറ്റീവ് ആകണമെങ്കിൽ ഈ ഫസ്റ്റ് മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സിഗ്മ അല്ലേ. ഇതിൽ ന്യൂമറേറ്റർ എന്തായാൽ മതി? ന്യൂമറേറ്ററിൽ മീൻ മൈനസ് മോഡ് അല്ലേ. അപ്പോൾ സ്ക്യൂനെസ് പോസിറ്റീവ് ആവുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി എം ഗ്രേറ്റർ ദാൻ എമോ, ദാറ്റ് ഈസ് മീൻ ഇസ് ഗ്രേറ്റർ ദാൻ മോഡ്. ആൻഡ് സെക്കൻഡ് ഫോർമുല നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്യൂനെസ് പോസിറ്റീവ് ആകണമെങ്കിൽ എന്തായിരിക്കണം? മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ. ഓക്കെ, മീൻ എന്തായാൽ മതി? ഗ്രേറ്റർ ദാൻ മീഡിയൻ ആയാൽ മതി. ഇനി സ്ക്യൂനെസ് നെഗറ്റീവ് ആവുക എന്ന് പറയുമ്പോൾ സി ദി ഫസ്റ്റ് ഫോർമുല എന്തായാൽ മതി? മീൻ ലെസ് ദാൻ മോഡ്. ആൻഡ് സ്ക്യൂനെസ് നെഗറ്റീവ് ആകണമെങ്കിൽ ഫ്രം ദി സെക്കൻഡ് ഫോർമുല വി ഹാവ് മീൻ ഇസ് ലെസ് ദാൻ മീഡിയൻ. ഇത്രയും കാര്യങ്ങളാണ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിൽ പറയാനുള്ളത്. ഓക്കെ, പിന്നെ അതിൻ്റെ ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് വേണോ എന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ നിങ്ങളിത് ജസ്റ്റ് നോക്കിയാൽ മതി, ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. എന്തായാലും ഈ കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിൻ്റെ ലിമിറ്റ് എന്താണ്? -3 to 3 ആണ്. Limits for Karl Pearson coefficient of skewness is given by -3 to 3. That is -3 less than or equal to sk less than or equal to 3. Karl Pearson coefficient of skewness ന്റെ ലിമിറ്റ് എന്താണ്? ranges from -3 to 3. Modulus of sk less than or equal to 3, that is -3 less than or equal to sk less than or equal to 3. Okay. Modulus of sk
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു SK ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, -3 to 3 ആണ് കേട്ടോ ഇതിൻ്റെ ലിമിറ്റ്. ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നില്ല. ഓക്കെ, സെക്കൻഡ് സെറ്റ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് അല്ലെങ്കിൽ റിലേറ്റീവ് മെഷർ ആണെന്ത്? പ്രൊഫസർ ബൗലേസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. ഈ ഒരു പ്രൊഫസർ ബൗലേസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. ആൻഡ് ഇതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? SK is equal to Q3 minus median minus of median minus Q1. ന്യൂമറേറ്ററിൽ എന്താണ്? നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ ഞാനൊരു എളുപ്പം പറഞ്ഞുതരാം. ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്സിൽ ഇതാണെന്ത്? ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്. ഈ ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്സിൽ എന്തായിരുന്നു? ഫസ്റ്റ് വൺ SK എന്താണ്? മീൻ മൈനസ് മീഡിയൻ. ആൻഡ് സെക്കൻഡ് സെറ്റ് SK is equal to മീൻ മൈനസ് മോഡ്. അപ്പോൾ നമ്മൾ പ്രൊഫസർ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് പഠിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ആബ്സല്യൂട്ട് മെഷറിനെ ജസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ടുള്ള സിഗ്മ കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടി? ആബ്സല്യൂട്ട് മെഷേഴ്സ് എന്തായിരുന്നു? മീൻ മൈനസ് മീഡിയൻ, പിന്നെ അനദർ ഫോർമുല വാസ് ഗിവൺ ബൈ മീൻ മൈനസ് മോഡ്. പിന്നെ നമ്മൾ റിലേറ്റീവ് മെഷർ ആയിട്ടുള്ള ഫസ്റ്റത്തെ ഡിഫൈൻ ബൈ കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് പഠിച്ചപ്പോൾ ഈ ആബ്സല്യൂട്ട് മെഷേഴ്സിന് എന്ത് ചെയ്തു? സിഗ്മ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമ്മൾ മീൻ മൈനസ് മീഡിയൻ ബൈ സിഗ്മ യൂസ് ചെയ്തു. പിന്നെ മീൻ മൈനസ് മീഡിയൻ ബൈ സിഗ്മ എന്ന് പറയുമ്പോൾ മീൻ മൈനസ് മോഡ് ബൈ സിഗ്മ, പിന്നെ അതിൽ മോഡ് ഇൽ ഡിഫൈൻഡ് ആവുന്ന കേസിൽ നമ്മളൊരു എംപിരിക്കൽ റിലേഷൻ വെച്ച് ഡിഫൈൻ ചെയ്തു. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ മീൻ മൈനസ് മോഡിനെ സിഗ്മ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യാണ്? ബൗലേസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിൽ ഈ Q3 മൈനസ് മീഡിയൻ മൈനസ് ഓഫ് മീഡിയൻ മൈനസ് Q1 നമ്മൾ എന്ത് വെച്ചാൽ ഡിവൈഡ് ചെയ്യുന്നത് നോക്കാം. വി ആർ ഡിവൈഡിങ് ഇറ്റ് ബൈ ന്യൂമറേറ്ററിൽ എന്താണ്? Q3 മൈനസ് മീഡിയൻ മൈനസ് ഓഫ് മീഡിയൻ മൈനസ് Q1. ഡിനോമിനേറ്ററിൽ Q3 മൈനസ് മീഡിയൻ പ്ലസ് മീഡിയൻ മൈനസ് Q1. ഓക്കെ, സോ ബൗലേസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് Q3 minus median minus of median minus Q1 divided by Q3 minus median plus median minus Q1. Okay, which is equal to Q3 minus median അല്ലേ? അപ്പം ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ വിൽ ഗെറ്റ് Q3 minus 2 median and ഈ മൈനസ് എന്തായി? പ്ലസ് ആയി. Q3 minus median ഈ മൈനസ് ഓഫ് മീഡിയൻ മൈനസ് Q1 അല്ലേ? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ വിൽ ഗെറ്റ് മൈനസ് മീഡിയൻ മൈനസ് പ്ലസ് Q1. ദാറ്റ് ഈസ് Q3 പ്ലസ് Q1 മൈനസ് മീഡിയൻ എന്തായി? -2 മീഡിയൻ. ദാറ്റ് ഈസ് Q3 പ്ലസ് Q1 -2 മീഡിയൻ ഡിവൈഡഡ് ബൈ Q3 മൈനസ് Q1. ഡിനോമിനേറ്ററിൽ എന്താവും? ഈ മൈനസ് മീഡിയൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് മീഡിയൻ, മൈനസ് മീഡിയൻ പ്ലസ് മീഡിയൻ, അത് രണ്ടും ക്യാൻസൽ ചെയ്തു പോവും. ദെൻ വി ആർ ലെഫ്റ്റ് വിത്ത് Q3 മൈനസ് Q1. Okay, so SK is equal to Q3 plus Q1 minus 2 MD divided by Q3 minus Q1. ഇവിടെ ഈ Q1 Q3 എന്നൊക്കെ പറയുന്നത് ക്വാർട്ടൈൽസ് ആണ് കേട്ടോ. സോ പ്രൊഫസർ ബൗലേസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഇസ് ബേസ്ഡ് ഓൺ ക്വാർട്ടൈൽസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, Q3 plus Q1 minus 2 median divided by Q3 minus Q1. Now, കുറച്ച് റിമാർക്സ് ആണ്. ബൗലേസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഇസ് ഓൾസോ നോൺ ആസ് ക്വാർട്ടൈൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. ബൗലേസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിനെ എന്തും പറയാം? ക്വാർട്ടൈൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്നും പറയാം. ബിക്കോസ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ക്വാർട്ടൈൽസിനെ ബേസ് ചെയ്തിട്ടല്ലേ എഴുതിയിരിക്കുന്നത്. എന്താണ്? Q3 പ്ലസ് Q1 മൈനസ് 2 മീഡിയൻ ഡിവൈഡഡ് ബൈ Q3 മൈനസ് Q1. ഇതെന്താണ്? ക്വാർട്ടൈൽസ് അല്ലേ? ദിസ് Q1 Q3 ആർ ക്വാർട്ടൈൽസ്. സോ ഇറ്റ് ഈസ് കോൾഡ് ക്വാർട്ടൈൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ സിറ്റുവേഷൻസ് where quartiles and median are used. ക്വാർട്ടൈൽസ്, മീഡിയൻ ഇതൊക്കെ യൂസ് ചെയ്യുന്ന കേസിൽ നമുക്ക് എന്താവും? ഈ ബൗലേസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്തായിരിക്കും? യൂസ്ഫുൾ ആയിരിക്കും. വെൻ ദ മോഡ് ഇസ് ഇൽ ഡിഫൈൻഡ് ആൻഡ് എക്സ്ട്രീം ഒബ്സർവേഷൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ ഡേറ്റ, നമുക്ക് ബൗലേസ് കോഎഫിഷ്യൻ്റ് യൂസ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? മോഡ് ഇൽ ഡിഫൈൻഡ് ആൻഡ് എക്സ്ട്രീം ഒബ്സർവേഷൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ ഡേറ്റ. മോഡ് ഇൽ ഡിഫൈൻഡ് ആണ്, അല്ലെങ്കിൽ എന്തുണ്ട്? എക്സ്ട്രീം ഒബ്സർവേഷൻസ് ഉണ്ട്. എക്സ്ട്രീം ഒബ്സർവേഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി ഉള്ള വാല്യൂസിൽ നിന്ന്
ഭയങ്കര ഡിഫറൻസ് ഉള്ള വാല്യൂസ് ഒക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുക. ഇപ്പം നമുക്കിപ്പം 1 to 10 ഉള്ള നമ്പേഴ്സാണ് നമ്മളെ ഗ്രൂപ്പിൽ മെജോറിറ്റി ഉള്ളത്. പക്ഷേ ആ ഒരു സെറ്റിൽ തന്നെ 100, 200 അങ്ങനത്തെ ഒരു 2-3 വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്, എക്സ്ട്രീം വാല്യൂസ് ആണ്. ഓക്കെ, സോ അങ്ങനത്തെ കേസിൽ ഇത് മോഡ് ഇൽ ഡിഫൈൻഡ് ആവുക അല്ലെങ്കിൽ എന്തുണ്ടാവുക, ഡേറ്റയിൽ എക്സ്ട്രീം വാല്യൂസ് ഉണ്ടാവുക. ആ സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, ബൗലേഴ്സ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് യൂസ് ചെയ്യാം. Another scenario is when the distribution has open-end classes or unequal class interval. Distribution ഓപ്പൺ എൻഡ് ക്ലാസ്സസ് അല്ലെങ്കിൽ അൺഈക്വൽ ക്ലാസ് ഇൻ്റർവൽസ്, ഈ സിറ്റുവേഷനിലും നമുക്ക് ബൗലേഴ്സ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് യൂസ് ചെയ്യാം. ഈ സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഈ പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് സിറ്റുവേഷനിലും വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ബൗലേഴ്സ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. ഓക്കെ, നൗ എന്താണ് ബൗലേഴ്സ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എപ്പോഴാണ് 0 ആവുന്നത്, അതിൽ നിന്നും സ്ക്യൂനെസ് എപ്പോഴാണ് 0 ആവുന്നത്, സ്ക്യൂനെസ് എപ്പോഴാണ് പോസിറ്റീവ് ആകുന്നത്, നെഗറ്റീവ് ആവുന്നത്, ഇത്രയും കാര്യങ്ങളാണ്. സോ എസ് കെ എന്താണ്, Q3 + Q1 - 2 മീഡിയൻ ഡിവൈഡഡ് ബൈ Q3 - Q1. Sk is Q3 + Q1 - 2 median divided by Q3 - Q1. Q3 + Q1 - 2 median divided by Q3 - Q1. Sk 0 ആവാന്ന് പറയുമ്പം എന്തായാൽ മതി, ഇഫ് ഓക്കെ, ഇതിലും സിമ്പിളായിട്ട് 1 സെക്കൻഡ്. Sk എന്താണ്, ഈ ഒരു ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. ഒന്നുകിൽ ഇതിൽ നിന്ന് അല്ലെങ്കിൽ കുറച്ചും കൂടെ സിമ്പിൾ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. Sk Q3 - മീഡിയൻ - ഓഫ് മീഡിയൻ - Q1 divided by Q3 - median plus median - Q1 അല്ലേ. ബൗലേഴ്സ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എന്തായിരുന്നു, Q3 - median - ഓഫ് മീഡിയൻ - Q1 divided by Q3 - median plus median - Q1. ഓക്കെ, ഇതിൽ നിന്ന് നമ്മളിങ്ങനെ എഴുതുന്നു, Sk = Q3 + Q1 - 2 median divided by Q3 - Q1. ഈ Sk 0 ആവുന്ന സിനാരിയോ, Sk 0 ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, Q3 - median = median - Q1. ഈ രണ്ട് ടേമും ഈക്വൽ ആയാൽ പോരെ. ഈ രണ്ട് ടേമും ഈക്വൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സബ്ട്രാക്ഷൻ എന്തായിരിക്കും, ഈ ടേമിൽ നിന്ന് ഈ ടേം കുറച്ചാൽ 0 ആയിരിക്കും, രണ്ട് ടേമും ഈക്വൽ ആണെങ്കിൽ. ദാറ്റ് ഇസ് Q3 - median = median - Q1. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ Q3 - median = median - Q1 ആകുമ്പോൾ Sk എന്തായി, 0 ആയി. Sk 0 കിട്ടും. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഫോർ എ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ സ്ക്യൂനെസ് 0, ദാറ്റ് ഈസ് Sk 0. ഫോർ എ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മീഡിയൻ എന്താണ്, ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദി അപ്പർ ആൻഡ് ലോവർ ക്വാർട്ടൈൽസ്. ഓക്കെ, ഒരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചിടത്തോളം മീഡിയൻ എന്തായിരിക്കും, ഇക്വിഡിസ്റ്റന്റ് ആയിരിക്കും ലോവർ അപ്പർ ക്വാർട്ടൈൽസിന്. ഓക്കെ, ഒരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇതൊരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷനാണ്. സിമെട്രിക് ഡിസ്ട്രിബ്യൂഷന് എന്തായിരിക്കും, ഫസ്റ്റ് ക്വാർട്ടൈലും തേർഡ് ക്വാർട്ടൈലിനും എന്തായിരിക്കും, ഇക്വിഡിസ്റ്റന്റ് ആയിരിക്കും. അതിൻ്റെ രണ്ടിൻ്റെയും കറക്റ്റ് സെൻട്രലായിരിക്കും ആരുണ്ടാവുക, മീഡിയൻ ഉണ്ടാവുക. ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ക്വാർട്ടൈൽ ആൻഡ് മീഡിയൻ, ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മീഡിയൻ ആൻഡ് തേർഡ് ക്വാർട്ടൈൽ വിൽ ബി സെയിം ഫോർ എ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അതാണ് ഇതിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ Sk = 0 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോർമുലയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നൗ സ്ക്യൂനെസ് പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് Sk എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 0. Sk ഗ്രേറ്റർ ദാൻ 0 ആവുക എപ്പോഴാണ്, ഈ ഒരു ഫോർമുല നോക്കുക. Sk ഗ്രേറ്റർ ദാൻ 0 ആവുക എന്ന് പറയുമ്പം Q3 + Q1 എന്തായാൽ മതി, ഈ ടേമിനേക്കാൾ കൂടുതലായാൽ മതി ഇല്ലേ. Sk will be greater than 0 if Q3 + Q1 greater than 2 median. Q3 + Q1 എന്താവുക, greater than 2 median.
അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഫോർമുല നോക്കി എഴുതുക. Q3 മൈനസ് മീഡിയൻ എന്താവുക, ഗ്രേറ്റർ ദാൻ മീഡിയൻ മൈനസ് Q1 ആവുക. ഫ്രം ദിസ് എന്ത് ചെയ്യുക, Q3 പിന്നെ ഈ Q1 ഈ സൈഡിലേക്ക് എടുക്കുക, മീഡിയൻ ഈ സൈഡിലേക്ക് എടുക്കുക. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഫോർമുല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. സ്ക്യൂനെസ് SK വിൽ ബി ഗ്രേറ്റർ ദാൻ 0 ഇഫ് Q3 പ്ലസ് Q1 ഗ്രേറ്റർ ദാൻ 2 മീഡിയൻ ആൻഡ് സ്ക്യൂനെസ് നെഗറ്റീവ്. ഇത് സ്ക്യൂനെസ് നെഗറ്റീവ് ആണെന്നാണ് കേട്ടോ, ഒരു വാട്ടർമാർക്ക് വന്നുകൊണ്ടാണ് ക്ലിയർ ആവാത്തത്. സ്ക്യൂനെസ് ഇസ് നെഗറ്റീവ്. സ്ക്യൂനെസ് നെഗറ്റീവ് ആവുക എന്ന് പറയുമ്പം SK വിൽ ബി ലെസ് ദാൻ 0 ഇഫ് Q3 പ്ലസ് Q1 എന്താണ്, ലെസ് ദാൻ 2 മീഡിയൻ. Q3 പ്ലസ് Q1 ലെസ് ദാൻ 2 മീഡിയൻ. സ്ക്യൂനെസ് നെഗറ്റീവ് ആവണമെങ്കിൽ ഈ ഒരു എന്താണ് ഇത്, ഈ ടേമിന്ന് ഈ ടേം, ഓക്കെ, ഈ ടേം എന്തായാൽ മതി, ഈ ഫസ്റ്റത്തെ ടേം എന്താവുക, ചെറുതാവുക ദാൻ ദി സെക്കൻഡ് ടേം. അപ്പോൾ എന്തായി, Q3 പ്ലസ് Q1 ലെസ് ദാൻ 2 മീഡിയൻ ആണെങ്കിൽ സ്ക്യൂനെസ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൽ ബൗലേസ് കോഎഫിഷ്യൻറ്റിൻ്റെ ലിമിറ്റാണ്. ഇതിൻ്റെ പ്രൂഫ് വേണമെന്ന് തോന്നുന്നില്ല. എന്തായാലും ബൗലേസ് കോഎഫിഷ്യൻറ്റിൻ്റെ ലിമിറ്റ് -1 to 1 ആണ്. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു SK ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻറ്റ് ഓഫ് സ്ക്യൂനെസിൻ്റെ ലിമിറ്റ് എന്തായിരുന്നു, -3 to 3. -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു SK ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ബൗലേസ് കോഎഫിഷ്യൻറ്റിൻ്റെ ലിമിറ്റ് -1 to 1. പ്രൂഫ് നിങ്ങൾക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല, ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഇനി നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ പറയുക, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ 2 തരത്തിലുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് പഠിച്ചു. പ്രൊഫസർ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സും ബൗലേസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സും. ഇപ്പം ഈ 2 സ്ക്യൂനെസ്സും നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്താണ്, ആർ നോട്ട് കമ്പയറബിൾ. ഇത് രണ്ടും എന്ത് ചെയ്യാൻ പാടില്ല, കമ്പയർ ചെയ്യാൻ പാടില്ല. ദ വാല്യൂസ് ഓഫ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഒബ്റ്റെയിൻഡ് ബൈ ബൗലീസ് ഫോർമുല ആൻഡ് പിയേഴ്സൺസ് ഫോർമുല ആർ നോട്ട് കമ്പയറബിൾ. ഈ 2 വാല്യൂസും നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. ഇൻ ഈച്ച് കേസ്, ഈ SK ഇവിടെയാണ് കേട്ടോ, SK is equal to 0 implies the absence of skewness, that is the distribution is symmetrical. So ഇപ്പം ഈ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിൽ നമുക്ക് എന്ത് കിട്ടാണ്, SK 0 കിട്ടാണ്. അതേസമയം ബൗലേസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് വെച്ചിട്ടും നമ്മൾ സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടാണ്. അപ്പോൾ SK 0 കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്ക്യൂനെസ് ഇല്ല, SK 0 ആണ്, സ്ക്യൂനെസ് 0 ആണ്. സ്ക്യൂനെസ് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക്കൽ ആണ്. അല്ലാതെ ഇത് വെച്ച് കിട്ടുന്ന വാല്യൂസ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കമ്പയർ ചെയ്യാൻ പാടില്ല. ഇൻ ബൗലേസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ദ ഡിസ്റ്റർബിംഗ് ഫാക്ടർ ഓഫ് വേരിയേഷൻസ് ഇസ് എലിമിനേറ്റഡ് ബൈ ഡിവൈഡിംഗ് ദ ആബ്സല്യൂട്ട് മെഷർ ഓഫ് സ്ക്യൂനെസ് ബൈ ദി മെഷർ ഓഫ് ഡിസ്പെർഷൻ ക്വാർട്ടൈൽ റേഞ്ച്. ഓക്കെ, ബൗലേസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കുറച്ചുകൂടെ, ബൗലേസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്തായിരുന്നു, Q3 പ്ലസ് Q1 മൈനസ് ഓഫ് 2 മീഡിയൻ ഡിവൈഡഡ് ബൈ Q3 മൈനസ് Q1. ഈ നമ്മൾ എന്ത് ചെയ്തു, ഈ ന്യൂമറേറ്റർ നമ്മൾ ഈ ഡിനോമിനേറ്റർ എന്താണ്, Q3 മൈനസ് Q1 ആണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. See, in Bowley's coefficient of skewness, the disturbing factor of variation is eliminated by dividing the absolute measure of skewness. Bowley's coefficient of skewness ന്യൂമറേറ്ററിൽ എന്താണ്, Q3 മൈനസ് ഓഫ് മീഡിയൻ മൈനസ് Q1. ഇതെന്തായിരുന്നു, ഒരു ആബ്സല്യൂട്ട് മെഷർ ഓഫ് സ്ക്യൂനെസ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിച്ചപ്പോഴും നമ്മൾ എന്ത് ചെയ്തു, ആബ്സല്യൂട്ട് മെഷർ ആയിട്ടുള്ള മീൻ മൈനസ് മോഡിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു, സിഗ്മ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതേമാതിരി തന്നെ Q3 മൈനസ് മീഡിയൻ മൈനസ് Q1 എന്തായിരുന്നു, ഒരു ആബ്സല്യൂട്ട് മെഷർ ആയിരുന്നു. നമ്മളത് റിലേറ്റീവ് മെഷർ ആക്കിയപ്പോൾ നമ്മൾ അതിനെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, Q3 മൈനസ് Q1 കൊണ്ടാണ്. ആൻഡ് ദിസ് Q3 മൈനസ് Q1 ഇസ് ക്വാർട്ടൈൽ റേഞ്ച്. Q3 മൈനസ് Q1 എന്താണ്, ക്വാർട്ടൈൽ റേഞ്ച് ആണ്. ഓക്കെ, ഒരു ലിമിറ്റേഷനാണ് ബൗലേസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിൻ്റെ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺലി ഓൺ ദി സെൻട്രൽ 50% ഓഫ് ദ ഡേറ്റ ആൻഡ് ഇഗ്നോർസ് 50% ഓഫ് ദ ഡേറ്റ ടുവേർഡ്സ് ദ എക്സ്ട്രീം. ഈ ഒരു ബൗലേസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, ഒരു 50% ഓഫ് ദ ഡേറ്റ യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. റെസ്റ്റ് 50% ഓഫ് ദ ഡേറ്റ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. Now അടുത്തൊരു കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് പ്രൊഫസർ കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്, പ്രൊഫസർ ബൗലേസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ബേസ്ഡ് അപ്പോൺ മൊമെൻറ്റ്സിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ക്യൂനെസ് ആണ്, കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. അതിൻ്റെ ഫോർമുല ഇസ് ഗിവൻ ബൈ SK ഇസ് ഈക്വൽ ടു √β1 × β2 + 3 divided by
2 times 5 beta 2 minus 6 beta 1 minus 9. Based upon moments, എന്താണ് coefficient of skewness sk is given by root beta 1 beta 2 plus 3 divided by 2 times 5 beta 2 minus 6 beta 1 minus 9. Symbols have their usual meanings. Okay, this sk is equal to 0. ഇനി ഈ ഒരു ഫോർമുല പ്രകാരം sk എന്താവണം? sk 0 ആകണമെങ്കിൽ എന്തായിരിക്കണം? ഇത് ന്യൂമറേറ്ററിൽ ബീറ്റ 1 0 ആവുക. sk can be 0 if ഇത് ബീറ്റ 1 0 or ബീറ്റ 2 എന്തായാൽ മതി? -3 ആയാൽ മതി. ബട്ട് ബീറ്റ 2 എന്താണ്? ലാസ്റ്റ് ക്ലാസ്സിൽ മൊമെൻസിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്തിരുന്നു? നിങ്ങൾക്ക് ബീറ്റ 2ൻ്റെ ഫോർമുല പറഞ്ഞിരുന്നു. ഞാനത് ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ബീറ്റ 2 എന്താണ്? μ4/μ2². ഇറ്റ് കനോട്ട് ബി നെഗറ്റീവ്. ബീറ്റ 2 ഒരിക്കലും എന്താവാൻ പറ്റില്ല? നെഗറ്റീവ് ആവാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു sk 0 ആവാനുള്ള 2 ചാൻസസ് ഉണ്ട്, 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഇത് ബീറ്റ 1 0 ആവുക, അല്ലെങ്കിൽ ബീറ്റ 2 -3 ആവുക. പക്ഷേ ബീറ്റ 2 എന്താണ്? μ4/μ2² ആണ്. ഇറ്റ് കനോട്ട് ബി നെഗറ്റീവ്. പിന്നെ എന്താണ്? വി ആർ ലെഫ്റ്റ് വിത്ത് sk ക്യാൻ ബി 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബീറ്റ 1 0 ആവാം. ഓക്കെ, sk 0 ആവാനുള്ള ഒരേ ഒരു ചാൻസ് എന്താണ്? ബീറ്റ 1 0 ആവുമ്പോഴാണ്. ദസ് ഫോർ എ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ sk 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്ക്യൂനെസ് 0. സ്ക്യൂനെസ് 0 എന്ന് പറഞ്ഞാൽ സ്ക്യൂനെസ് ഇല്ല. സ്ക്യൂനെസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാഫ് എന്താണ്? സിമെട്രിക്കലാണ്. അപ്പോൾ ഒരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? ബീറ്റ 1 0 ആയിരിക്കും. ഫോർ എ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ബീറ്റ 1 0. ക്ലിയർ അല്ലേ? സി, ബേസ്ഡ് അപ്പോൺ മൊമെൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഡിഫൈൻ ചെയ്യാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ sk is equal to root of beta 1 പിന്നെ ബീറ്റ 2 plus 3 ഹോൾ ഡിവൈഡഡ് ബൈ 2 times 5 beta 2 minus 6 beta 1 minus 9. ഇനി എന്താണ്? sk 0 ആവാനുള്ള 2 ചാൻസസ് ആണ്. ഇത് ബീറ്റ 1 0 ആവുക, അല്ലെങ്കിൽ ബീറ്റ 2 -3 ആവുക. പക്ഷേ ബീറ്റ 2 എന്താണ്? μ4/μ2² ആണ്. അതൊരിക്കലും നെഗറ്റീവ് ആവാൻ പറ്റില്ല. സോ ഈ ബീറ്റ 2 -3 ആവുക എന്നുള്ള ആ ഒരു പോസിബിലിറ്റി ഇല്ല. ദെൻ വി ആർ ലെഫ്റ്റ് വിത്ത് ബീറ്റ 1 is equal to 0. സോ sk 0 ആവുക എന്ന് പറയുന്നത് ബീറ്റ 1 0 ആവുന്ന കേസിലാണ്. ആൻഡ് sk 0 ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്ക്യൂനെസ് 0. സ്ക്യൂനെസ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാഫ് സിമെട്രിക്കലാണ്. സോ ഒരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷന് എന്തായിരിക്കും? സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷന് ബീറ്റ 1 0 ആയിരിക്കും. ഓക്കെ, ഇൻ ദിസ് റെസ്പെക്ട് ബീറ്റ 1 is taken to be a measure of skewness. ഈ ഒരു സിനാരിയോയിലാണ് ബീറ്റ 1 എന്തായിട്ട് എടുക്കുന്നത്? മെഷർ ഓഫ് സ്ക്യൂനെസ്. ഒരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷന് ബീറ്റ 1 0 ആയിരിക്കും. സോ ഒരു സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷന് ബീറ്റ 1 എന്തായിരിക്കില്ല? 0 ആയിരിക്കില്ല. സോ ബീറ്റ 1 എന്താണ്? ഒരു മെഷർ ഓഫ് സ്ക്യൂനെസ് ആണ്. ഓക്കെ, ഇത് നേരത്തെ നമ്മൾ ചെയ്ത ഗ്രാഫ് തന്നെയാണ്. നിങ്ങൾ നോക്കുക, ഇതാണ് ഒരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ്. സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് നോക്ക്. ഈ ഭാഗത്തേക്കും ഗ്രാഫ് എന്താണ്? ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇവിടെ കേർവ് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കൂടുതൽ സ്ട്രെച്ച് ചെയ്തിരിക്കും? ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്, 2 ഭാഗത്തേക്കും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ മീൻ മീഡിയൻ മോഡ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പോയിന്റിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. മീൻ മീഡിയൻ മോഡ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുക? ഈ ഗ്രാഫ് നോക്കുക. ഈ ഗ്രാഫ് ഏത് ഭാഗത്തേക്കാണ് കൂടുതൽ സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത്? ഈ ഭാഗത്തേക്ക് കൂടുതൽ സ്ട്രെച്ച് ചെയ്തിരിക്കുന്നില്ലേ? ഈ റൈറ്റ് സൈഡിലേക്ക് കൂടുതൽ സ്ട്രെച്ച് ചെയ്തിരിക്കുന്നില്ലേ? ഇതാണെന്ത്? പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്? sk greater than 0. ഇതൊരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഒരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ഇതിൻ്റെ മീൻ മീഡിയൻ മോഡ്. ഓക്കെ, പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് കൂടുതൽ സ്ട്രെച്ച് ചെയ്തിരിക്കും. ഈ ഗ്രാഫ് ഇങ്ങോട്ടേക്ക് കൂടുതൽ സ്ട്രെച്ച് ചെയ്തിരിക്കും. ഓക്കെ, നൗ ഒരു നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തേക്കാണ്, ലെഫ്റ്റ് സൈഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഗ്രാഫ് കൂടുതൽ സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ മീൻ മീഡിയൻ മോഡ്. ഓക്കെ, എന്താണ് ഇതിൻ്റെ? നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഗ്രാഫ് എന്ത് ചെയ്യുന്നു? സ്ട്രെച്ച് ചെയ്തിരിക്കുന്നു. ഈ ഗ്രാഫിൻ്റെ മീൻ ഇതാണ്, മീഡിയൻ ആൻഡ് മോഡ്. ഓക്കെ.